ശൂന്യതയിലൂടെയുള്ള യാത്ര, ഒരു തെമ്മാടി ഗ്രഹത്തിൻ്റെ ജീവിതം. റോഗ് പ്ലാനറ്റ്, തെമ്മാടി ഗ്രഹം. ഒരു നക്ഷത്രത്തെ ചുറ്റാത്ത, സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന ഒരു ഗ്രഹമാണ് റോഗ് ഗ്രഹം. ഈ ഗ്രഹങ്ങൾ ഒരു നക്ഷത്രത്തിനു ചുറ്റും രൂപപ്പെടാത്തതാണെന്ന് കരുതപ്പെടുന്നു. പക്ഷേ പിന്നീട് ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനങ്ങൾ, കൂട്ടിയിടികൾ അല്ലെങ്കിൽ മറ്റ് ചലനാത്മകമായ പ്രക്രിയകൾ കാരണം അവയുടെ നക്ഷത്രവ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, തെമ്മാടി ഗ്രഹങ്ങൾക്ക് ഒരു സൗരയൂഥം ഇല്ല. ഒരു നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലമില്ലാതെ അവ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. പരമ്പരാഗത ഗ്രഹങ്ങളെപ്പോലെ തന്നെ പ്ലോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ വാതകത്തിൻ്റെയും പൊടിയുടെയും അക്രീഷൻ വഴി റോഗ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നു. അല്ലെങ്കിൽ സ്ഥാപിത നക്ഷത്രവ്യവസ്ഥയിൽ നിന്ന് ഗ്രഹങ്ങൾ പുറന്തള്ളപ്പെടുന്നതിലൂടെയും റോഗ് ഗ്രഹങ്ങൾ ഉത്ഭവിക്കാം. ഭൂമിയുടേതിന് സമാനമായ ഭൗമഗ്രഹങ്ങൾ മുതൽ വ്യാഴവുമായി താരതമ്യപ്പെടുത്താവുന്ന വാതക ഭീമന്മാർ വരെ റോഗ് ഗ്രഹങ്ങളിൽ ഉൾപ്പെടാം. ചിലത് രൂപീകരണത്തിൽ നിന്നുള്ള അവശിഷ്ട താപം കാരണം ചൂടായി തുടരാം. മറ്റുള്ളവ വളരെ തണുപ്പും ഇരുണ്ടതുമായിരിക്കാം. കാര്യമായ സ്രോതസ്സുകളൊന്നുമില്ല. നമ്മുടെ ഗാലക്സിയിൽ നക്ഷത്രങ്ങളേക്കാൾ എണ്ണത്തിൽ കൂടുതലാകാൻ സാധ്യതയുള്ള നിരവധി തെമ്മാടി ഗ്രഹങ്ങൾ ഉണ്ട്. ഇത് ഗ്രഹരൂപീകരണത്തെക്കുറിച്ചും നക്ഷത്രവ്യവസ്ഥകളുടെ ചലനാത്മകതയെക്കുറിച്ചും രസകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശം പുറപ്പെടുവിക്കാത്തതിനാൽ തെമ്മാടി ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. ജ്യോതിശാസ്ത്രജ്ഞർ പലപ്പോഴും ഗുരുത്വാകർഷണ മൈക്രോലെൻസിംഗ് പോലുള്ള പരോക്ഷ രീതികളെ ആശ്രയിക്കുന്നു. അവിടെ ഗ്രഹത്തിൻ്റെ പിണ്ഡം കൂടുതൽ ദൂരെയുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ വളച്ചൊടിക്കുകയും അവയെ താൽക്കാലികമായി കൂടുതൽ തിളക്കമുള്ളതായി കാണുകയും ചെയ്യുന്നു. ഗ്രഹവ്യവസ്ഥകളുടെ വൈവിധ്യത്തെയും അവയുടെ പരിണാമത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ജ്യോതിർഭൗതിക പഠനത്തിൻ്റെ ഒരു കൗതുകകരമായ മേഖലയാണ് റോഗ് ഗ്രഹം അഥവാ തെമ്മാടി ഗ്രഹം.